ജനനായകൻ ദളപതി വിജയുടെ അവസാന മൂവിയായ ജനനായകൻ ഈ വരുന്ന ജനുവരി 9 റിലീസാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ദളപതി വിജയുടെ ജനനായകൻ എന്ന മൂവി അനൗൺസ്മെന്റ് മുതൽ റിലീസ് വരെ ഉണ്ടായ കാര്യങ്ങളും പിന്നെ ഇത് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ജനനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലിയോ, കാരണം ലിയോനെ കുറിച്ച് പറയണം. ദളപതി വിജയുടെ അടുത്തായിട്ട് വന്നതിൽ കരിയർ പീക്ക് മൂവിയായിരുന്നു ലിയോ. ലിയോയുടെ കളക്ഷൻസ് ഫസ്റ്റ് FT ഒക്കെ നമുക്ക് അറിയുന്നതാണ്. കേരളത്തിൽ തന്നെ ഡബിൾ ഡിജിറ്റ് എത്ര 12 CR അങ്ങോട്ടാണ് കേരളത്തിൽ തന്നെ FT ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ പീക്കിൽ കിട്ടുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഗോട്ടിന്റെ അനൗൺസ്മെന്റ്. എല്ലാവർക്കും പറയുന്നത് പോലെ ഗോട്ട് അത്ര എനിക്ക് അത്ര വർക്കായില്ല. ഗോട്ടിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ അത് അത്ര കാര്യമില്ല, കാരണം ലിയോയുടെ ഹൈപ്പ്. ഗോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് അത്ര പോസിറ്റീവ് ആയിരുന്നില്ല എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാലും സ്ക്രിപ്റ്റിംഗ് ഒക്കെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എന്തോ ആ പടം അത്ര ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവി ചെയ്ത് അതിന് മുന്നേ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് പുള്ളി പടം നിർത്താൻ പോവാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പടം അനൗൺസ് ചെയ്തു. നമ്മളെല്ലാവരും വെച്ചു കാർത്തിക് സുബ്രാജോ അറ്റ്ലിയോ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും വരുന്നത് വെച്ചപ്പോൾ പെട്ടെന്ന് വന്നത് എച്ച് വിനോദാണ്. എച്ച് വിനോദിന്റെ പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു ഡൗൺ ആ ഒരു ടൈമിലാണ് പുള്ളി പടം കമ്മിറ്റ് ചെയ്യാൻ മീൻസ് ആ ഒരു, അതായത് വലിമ, അജിത്തിന്റെ വലിമ പടം അത്ര സെറ്റായിരുന്നില്ല. അത് കഴിഞ്ഞ് തുനിവ് ഇറക്കി, വാരിസിൻ്റെ ഒപ്പം ക്ലാഷ് ഇറക്കിയ തുനിവും അത്ര സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കമലഹാസനെ വെച്ചിട്ട് ഒരു പടം വെച്ച് വിനോദ് ചെയ്യാൻ നിൽക്കണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ആ പടം എന്തോ ഒരു പൊളിറ്റിക്കൽ ടൈപ്പ് പടമാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നെ ആ പടം ഡ്രോപ്പ് ആവാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആണ് അനൗൺസ്മെന്റ് വരുന്നത് ദളപതി 69 എന്ന് പറഞ്ഞ മൂവി, അതായത് ജനനായകൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് എച്ച് വിനോദാണെന്ന്. അപ്പോൾ എച്ച് വിനോദാണ് പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പടത്തിന് ഹൈപ്പൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് പടമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇത് തലപതിയുടെ ലാസ്റ്റ് പടമല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു പടം കൂടി ചെയ്യാൻ പോകുന്നുണ്ട്, അത് ലിയോ 2 അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പണിത്. കാരണം ലോകേഷ് മുന്നേ പണിതു ലിയോ വിക്രം 3 എന്തെങ്കിലും അങ്ങോട്ട്, അതോ കൈദിയിലോ അങ്ങോട്ട് ലിയോയുടെ റെഫറൻസ് അല്ലെങ്കിൽ ലിയോ ഒന്ന് വരും ജസ്റ്റ് ഒരു ദിവസത്തെ ഷൂട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും തലപതി ഒഫീഷ്യലായിട്ട് പറഞ്ഞു ഇത് റിട്ടയർമെൻ്റ് ആണ്, ഇത് കഴിഞ്ഞിട്ട് പടം ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കൺഫർമേഷൻ കിട്ടി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു റൂമർ വന്നത്, അതായത് തലപതി 69 എന്ന് പറഞ്ഞ മൂവി ഭഗവത് കേസരി, ബാലയുടെ ഭഗവത് കേസരി എന്ന പടത്തിന്റെ റീമേക്ക് ആണെന്ന്. ഇതും കൂടി കേട്ടപ്പോൾ എല്ലാം കാര്യം തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഹൈപ്പ് അതും പോവുകയും ചെയ്തു. കാരണം ഭഗവത് കേസരി എന്ന് പറഞ്ഞ പടം കണ്ടവർക്ക് അറിയാം, അതിൻ്റെ ഇന്റർവെൽ ബ്ലോക്കൊക്കെ എൻ്റെ മോനെ. പക്ഷെ എനിക്കിഷ്ടമാട്ടോ, ഞാൻ ബാലയുടെ പടങ്ങൾ കാണുന്നതാണ്. പക്ഷെ ആ ഒരു ഇന്റർവെൽ ബ്ലോക്ക് മാത്രം, ആ ഒരു ലോറിയിൽ നിന്ന് വരുന്നത് മാത്രം എനിക്ക് കുറച്ച് എന്തോ, നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാം അതെന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന്. പക്ഷേ ഈ ഒരു പടത്തിലോട്ട് അതങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഇതിൻ്റെ ആ ഒരു ശ്രീലീലൊക്കെ ആയിട്ടുള്ള ആ ഒരു ചെറിയൊരു പ്ലോട്ട് മാത്രമാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റി ഇത് ഒഫീഷ്യലി ഒരു റീമേക്ക് തന്നെയാണെന്ന്. അങ്ങനെ ട്രെയിലറൊക്കെ വന്ന് എല്ലാം സെറ്റായി. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി, അതായത് ഈ ഒരു പടം എന്ന് പറഞ്ഞത് ഭഗവത് കേസരി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ബുക്കിംഗ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 100 CR ഒക്കെ പ്രീസെയിൽ വന്നു ഏകദേശം പടത്തിന്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രീസെയിലൊക്കെ വന്ന് എല്ലാവരും ഭയങ്കര ഹൈപ്പായിട്ട് പടം ഏകദേശം റിലീസ് കൺഫേം ചെയ്തിരിക്കുന്ന ടൈമിലാണ് അത് സംഭവിക്കുന്നത്. Dhalapati Vijay is the last film, Jananayagan. Dhalapati Vijay's farewell movie is on hold till the next. Nayagante release, ഈ സെൻസർ സർട്ടിഫിക്കറ്റ് കുടുങ്ങിയതാണ്, റിലീസ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് മാറ്റിയിരിക്കുന്നു. വെള്ളിയാഴ്ച ചിത്രം റിലീസ് ചെയ്യില്ല എന്ന് നിർമ്മാണ കമ്പനിയായ യെസ്, പടം ഇറങ്ങില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാൽ ഈ ഒരു പടം ജനനായകൻ എന്ന് പറഞ്ഞ പടം റിലീസ് ആയില്ല. ഓക്കെ, സൂപ്പർ. ജനുവരി 9 റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്ത പടത്തിന് ജനുവരി 6 സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇത് കോമൺ ആണ് ഇൻഡസ്ട്രിയിൽ. കാരണം ഒരു പടം ഇറങ്ങാതെയും ഒരു ദിവസം മുന്നൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്. പക്ഷേ ജനനായകൻ്റെ കേസിൽ ജനുവരി 6 സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നില്ല. കാരണം കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ, പൊളിറ്റിക്കൽ അങ്ങനത്തെ ഒക്കെ പരിപാടികളുള്ള കാരണം അത് ഡിലേ ആക്കി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചധികം. ജനുവരി 6 ഏകദേശം റൂമേഴ്സ് ഉണ്ട്, അതായത് ഈ പടം ഇറങ്ങത്തില്ല, എന്തായാലും ഇറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ റൂമേഴ്സ് ഉണ്ട്. പക്ഷെ അതാരും അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ജനുവരി 8 ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലി കൺഫർമേഷൻ വന്നു, അതായത് ജനനായകൻ എന്ന് പറഞ്ഞ പടം ജനുവരി 9 റിലീസ് ആവത്തില്ല എന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞ പോലെ തന്നെ ജനുവരി 9 അവർക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാൽ പടം റിലീസായില്ല.
പിന്നത്തെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, ന്യൂസ് മീഡിയാസ്, സോഷ്യൽ മീഡിയാസ് എല്ലാ ഭാഗത്തും ജനനായകനായിരുന്നു ചർച്ച. ഈ ഒരു പടം റിലീസ് ആവാത്തതിൻ്റെ കാരണം, പിന്നെ കുറേ ഫാൻസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രിയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ സ്ഥലത്ത് ജനനായകനായിരുന്നു. ജനുവരി 9 റിലീസായിട്ടില്ലെങ്കിലും ഇവർ അത് ജനുവരി വേറൊരു ഡേറ്റ് ഒക്കെ കുറേ നോക്കാൻ നോക്കി, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ സെൻസർ ബോർഡ് അത് ഡിലേ ആക്കിയിട്ട് കുറേ പേര് അത് ഫെബ്രുവരി ഇറങ്ങുമെന്ന് പറഞ്ഞു. കാരണം ഇലക്ഷന് മുന്നേ, അതായത് ഏപ്രിൽ 23 ഇലക്ഷന് മുന്നേ ഈ ഒരു പടം ഇറങ്ങണം. അതായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്ന ഒരു എയിം. കാരണം ഇത് പൊളിറ്റിക്കലി ബേസ്ഡ് ആയ ഒരു പടം തന്നെയാണ്. കാരണം എല്ലാവർക്കും അറിയണമല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പടം ഇറങ്ങിയില്ല. ഫെബ്രുവരി ഇറങ്ങിയില്ല, ജനുവരി ഇറങ്ങിയില്ല, മാർച്ചും ഇറങ്ങിയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. വിച്ച് ഈസ് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. ആ ഒരു ഇൻസിഡൻറ്റ് ആയിപ്പിക്കും ഈ ജനനായകൻ്റെ കേസിൽ എല്ലാവരും മറന്നു ഏകദേശം. അങ്ങനെ ജനനായകൻ എന്ന് പറഞ്ഞ ടോപ്പിക് എല്ലാവരും ഫെയ്ഡ് ഔട്ട് ആവാൻ തുടങ്ങിയ ടൈമിലാണ് അത് സംഭവിക്കുന്നത്. Big breaking on India Today Digital. The high-definition HD print of Thalapathy Vijay's final film, Jananayagan, has been leaked on pirated sites as the film continues to wait for its censor certificate. വിജയുടെ അവസാന ചിത്രം ജനനായകൻ സിനിമ ഇന്റർനെറ്റിൽ. ചിത്രത്തിന്റെ ടൈറ്റിൽ ക്രെഡിറ്റ്സും വിജയുടെ ഇൻട്രോയും അടങ്ങുന്ന 5 മിനിറ്റോളം വരുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം ലീക്കായത്. പിന്നാലെ 3 മണിക്കൂറുള്ള സിനിമയുടെ HD പതിപ്പും പുറത്തായതായി റിപ്പോർട്ടുണ്ട്. യെസ്, അങ്ങനെ ജനനായകൻ ഏപ്രിൽ 9 ലീക്കായി. പിന്നത്തെ ഒരാഴ്ചത്തേക്ക് മീഡിയാസ് ഫുള്ള് ജനനായകൻ്റെ പിന്നാലെയായിരുന്നു. ജനനായകൻ ലീക്ക് ആവുന്ന റീസൺ പലരും വേറെ ടൈപ്പൊക്കെ പറഞ്ഞു, ലൈക്ക് വിജയുടെ പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ ഏകദേശം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ലാസ്റ്റ് ഇലക്ഷൻ ഡേറ്റ് വന്നു. ഏപ്രിൽ 23 ഇലക്ഷൻ. അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോൾ ചെയ്തിട്ടുള്ള റെക്കോർഡ് അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെ കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് എത്ര ലെജിറ്റാണെന്ന് അറിയത്തില്ല, എനിക്ക് ഗൂഗിളിൽ കിട്ടിയ കാര്യമാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാവരും ഒരു സൈലൻസ് എന്ന രീതിയിലെത്തി. കാരണം ഇലക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തെന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് ഡേറ്റ് വന്നു, May 4 ഇലക്ഷൻ റിസൾട്ട് ഡേറ്റ്. പിന്നുണ്ടായ കാര്യം ഞാൻ പറയണ്ടല്ലോ. സി ജോസഫ് വിജയനും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ദാറ്റ് വാസ് എ മൈൻഡ് ബ്ലോയിങ് ട്വിസ്റ്റ്. കാരണം ആരും പ്രതീക്ഷിച്ചില്ല DBK ഇത്രയും ജയിക്കുന്ന. എല്ലാവരും ഫസ്റ്റ് പ്രതീക്ഷിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷനിലൊന്ന് ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് 2032 ഇലക്ഷൻ 2032 ഇലക്ഷനിലായിരിക്കും ഇത് കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ ആയിട്ടൊരു കംബാക്ക് അല്ലെങ്കിൽ കിട്ടാൻ പോകണമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ലൈക്ക് എന്താണെന്ന് പറഞ്ഞുകൂടാ, ദാറ്റ് വാസ് എ മൈൻഡ് ബ്ലോയിങ് ട്വിസ്റ്റ്. ലൈക്ക് നോ വൺ എക്സ്പെക്റ്റഡ് ദാറ്റ്. കാരണം DBK ജയിച്ച് ഇപ്പോൾ വിജയ്, അതായത് തലപതി വിജയ് എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ മാറി ഇപ്പോൾ CM വിജയ് ആയിരിക്കുന്നു. പക്ഷേ ഇത്ര ഹൈപ്പ് തിരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു ലൈക്ക് ഒരു OG റിലീസ് എത്തില്ല, അങ്ങനെ ഒരു ഇതില്ല. കാരണം നിങ്ങൾക്കറിയാലോ, എല്ലാം പടം ലീക്കായി. പിന്നെ ആ ഒരു ഹൈപ്പ് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. തിരിച്ചെത്ര ഹൈപ്പ് വന്നു പറഞ്ഞാൽ പോലും. ഇനിയിപ്പോൾ 24 റിലീസ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 2 വീക്ക് മുന്നേ ആണ്. ഇനിയിപ്പോൾ ഇത് റിലീസ് ഡേറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ, ഒരു പുതിയ ട്രെയിലർ കട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി പടത്തിന് കുറച്ചും കൂടി ഒരു ഹൈപ്പും വരും. പിന്നെ ആസ് യൂഷ്വൽ അറിയാലോ, ലാസ്റ്റ് മൂവിയാണ്. സോ ഞാൻ എന്തായാലും പോയി കാണുന്നുണ്ട്. ഫസ്റ്റ് ഷോ ഡെഫിനറ്റ്ലി എല്ലാ പടവും ചെയ്ത മിക്കതും 2020 തൊട്ടിട്ടുള്ള പടങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ഷോ ആണ്. സോ എന്താവും അറിയില്ല. മേ ബി ഈ പടം എങ്ങാനും ബ്ലോക്ക് ബസ്റ്റർ ആയി കഴിഞ്ഞാൽ, മാൻ, ദാറ്റ് ഗോൺ ബി എ റെക്കോർഡ്.